അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദിലെത്തി. ഹൈദരാബാദിൽ നിന്ന് നേരെ ഫിലിം സിറ്റി കാണാനൊരു ബസ്സും പിടിച്ചു വന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചു. ഉഷാറാവാതെ ഒരു രക്ഷയില്ല. ഞങ്ങൾ ചായ കുടിച്ച് നല്ല സെറ്റപ്പായിട്ട് കയറാൻ പോകും. ഫിലിം സിറ്റി വേൾഡിലെ നമ്പർ 1 ഫിലിം സിറ്റി. അതാണ് നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റി നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പോൾ ആ ഇന്ത്യയിലെ ഫിലിം സിറ്റി കാണാനുള്ള ഉത്തരകണക്കിന് പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഫിലിം സിറ്റി. ഫിലിം സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഏരിയയിലെ ഓരോ കൾച്ചർ പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ജപ്പാൻ്റെയോ ചൈനയുടെ ഇന്ത്യയുടെ യൂറോപ്യൻ സംസ്കാരങ്ങളുടെയൊക്കെ അവിടേക്ക് വന്നിട്ട് വെറുതെ ആ സ്ഥലത്ത് വെറുതെ ഒരു ക്യാമറ വെച്ചിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സെറ്റായി നിന്നാൽ മാത്രമല്ല ആ സ്ഥലത്ത് നമ്മൾ പോയി ഷൂട്ട് ചെയ്യണം അതിനൊക്കെ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബസ്സിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഫിലിം സിറ്റിയുടെ രാമോജി റാവു ഫിലിം സിറ്റിയുടെ ബസ്സുകളാണ്. ഈ ബസ്സിനെല്ലാം കൂടെ ടിക്കറ്റ് ഏകദേശം 1600 രൂപയുടെ അടുത്ത് GST കൂടുതൽ ചില്ലറൻ്റെ വരും. 1700 രൂപയോളം വരുന്ന ടിക്കറ്റാണ്. ഈ ബസ്സിൽ യാത്ര ഒക്കെ ഫ്രീ ആണ്. പിന്നെ ബാക്കി ഫുഡിനും മറ്റു കാര്യങ്ങളും ചില സ്ഥലങ്ങളിൽ എൻട്രൻസ് ഫീസൊക്കെ ഉണ്ട്. പക്ഷേ ഒട്ടുമിക്ക സ്ഥലങ്ങളും നമുക്ക് ഈ ഒരു പൈസ കൊണ്ടൊക്കെ പോയി വരാം. അങ്ങനെ ഞങ്ങൾ യാത്രയായി ഇതുപോലെ മൈസൂർ പാലസിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വലിയ വലിയ കൊട്ടാരങ്ങൾ, കുറേ ഇതുപോലുള്ള വലിയ പൂന്തോട്ടങ്ങൾ, രാജകൊട്ടാരങ്ങൾ, അതിവല്യമായിട്ടുള്ള പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര നടത്തുന്നത്. ബസ് നമ്മളൊരു പ്രത്യേക ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകണം. അതായത് നമ്മുടെ ഫിലിം സിറ്റിയുടെ എൻട്രൻസ് ശരിയായ ഇതൊക്കെ ടിക്കറ്റും മറ്റു കാര്യങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഇനി ഫിലിം സിറ്റിയുടെ ശരിക്കുള്ള എൻട്രൻസിലേക്ക് നമ്മൾ പോകും. അവിടെ ചെന്നിട്ട് നമ്മളൊരു വെൽക്കം ഡാൻസോടുകൂടി നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ രാവിലെ ചെല്ലുന്ന ആളുകളെയൊക്കെ സ്വീകരിക്കും. ഇതുപോലെ കാണാൻ ഇരുവശത്തും ഒരുപാട് കാഴ്ചകളുണ്ട്. വലിയ പ്രതിമകളുണ്ട്. അതിനൊക്കെ പ്രത്യേക തരം പൂന്തോട്ടങ്ങളൊക്കെ, പൂന്തോട്ടത്തിനൊരു പേര്, അവിടെയുള്ള പാലസുകൾക്കൊക്കെ ഒരു പ്രത്യേക പേരുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെ വെൽക്കം ഡാൻസുമായിട്ട് സ്വീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ഫിലിം സിറ്റിയുടെ ഉള്ളിൽ കൂടെ നടക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണ്. ഇതാണ് ലൈറ്റ് മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഭാഗത്തുണ്ടാകുന്നൊരു വല്ലാത്തൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ച പ്രോപ്പർട്ടീസിന് ലൈറ്റ് വരുമ്പോഴുണ്ടാകുന്ന മാറ്റം ഭയങ്കര ഒറിജിനാലിറ്റി അത് കാണാവുന്ന. എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതാ ഇരുട്ടാണ്, പക്ഷേ ലൈറ്റ് ഓട്ടോമാറ്റിക് ഓൺ ആവുന്നത്. ഇത് സെൻസറിന് വർക്ക് ചെയ്യുന്നു. വണ്ടി എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഓൺ ആവുകയാണ് ചെയ്യുന്നത്.
പല സംസ്കാരങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ചില കഥാപാത്രങ്ങളൊക്കെ ഇവിടെ വരുന്നു. അത്ഭുതവിളക്ക് പോലുള്ള അതിലെ കഥാപാത്രങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. പക്ഷേ ഇതിലൊക്കെ എന്താ വെച്ചാൽ ഇതിൻ്റെ ലൈറ്റ് കൂടെ വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ഒപ്പനാക്കി ഫീൽ ചെയ്യുന്ന രീതി ലൈറ്റാണല്ലോ സിനിമ. मेरी दूसरी इच्छा भी पूरी कर दो। मैं प्रिशा से शादी करना चाहता हूँ।
ओके ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമ്മുടെ ഒരു പൂരപ്പറമ്പിലൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു സാധനം. ഒരു തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ചെയറൊക്കെ പൊങ്ങയും താഴെയും വണ്ടി ഓടിക്കുന്ന ഫീലിയൊക്കെ ചെയ്യും. നമ്മളൊരു കാറ്റത്ത് കൂടെ കയറുന്നു, കട്ട് ചെയ്യുന്നു, ചെരിഞ്ഞിട്ട് ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്യുന്നു. ഇങ്ങനത്തെ കാഴ്ച Voyager 2 warp tunnel. Hang on. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒരു വലിയ ഛായാചിത്രമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒക്കെ ചെന്ന് അങ്ങനെ ടൈലിലൊക്കെ നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള കുറേ സംസാരിക്കുന്നു. ഫ്രീ ആയതിനു ശേഷം അടുത്ത സ്ഥലങ്ങളിൽ അങ്ങനെ 3D കാണാൻ നിന്നു. 3D ഡയമെൻഷൻ ഫോട്ടോസ് എടുക്കാൻ ഈ കുതിരയുടെ മേലെ ഒരാളിരിക്കുന്നുണ്ടാകുന്ന മനുഷ്യൻ മൂപ്പരവിടെ കയറിയിട്ടൊക്കെ പിന്നെ ഭയങ്കര ആക്റ്റീവായി. എവിടെയൊക്കെ ഫോട്ടോ എടുക്കണ്ടോ അതൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. മെയിൻ ഉസ്താദാണ് ആൾ. കുറേ ഫോട്ടോസൊക്കെ അവലിൻ്റെയൊക്കെ പോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഈ കാണുന്ന പച്ച ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനെ എത്ര പെട്ടെന്ന് മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു പച്ച ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒരു പച്ച ബാക്ക്ഗ്രൗണ്ടിൽ, പക്ഷെ നമ്മളൊരു പാലത്തിൻ്റെ മേലെ നിൽക്കുന്നതാക്കിയിട്ട് ചിത്രീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ബാക്കി കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. പ്ലീസ് വെയിറ്റ് ആൻഡ് സീ.